SNDP NSS സഹകരണം എന്നത് പരിപൂർണമായി ഉൾക്കൊള്ളുകയാണ്. അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് NSS സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ നടപടികൾക്ക് ഒപ്പമെന്ന് കൂടി പറയുമ്പോൾ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം കൈവരികയല്ലേ? പെരുന്നയിൽ NSS ആസ്ഥാനത്ത് വെച്ച് ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് NSS ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ചത്. ചോദിച്ച ഏതാണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ അദ്ദേഹം വ്യക്തമായും വിശദമായും ഉത്തരം നൽകുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിച്ച സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമെന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യം തന്നെയാണ്. അത് അല്പം വൈകിപ്പോയി എന്നുള്ള ചിന്ത തങ്ങൾക്കുണ്ട്. അതേസമയം SNDPയുമായി ഒരിക്കലും പിണക്കമോ പരിഭവമോ ഉണ്ടായിരുന്നില്ല എന്നും NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ താൻ വ്യക്തിപരമായി ഇതിനെ പൂർണ്ണമായും അനുകൂലിക്കുന്നു. ഒപ്പം NSS ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇത്തരത്തിലൊരു ഐക്യത്തിനുള്ള ആഹ്വാനമുണ്ടാകുന്നതിൽ ആരെങ്കിലും രാഷ്ട്രീയം കണ്ടാൽ അതിൽ തെറ്റിദ്ധരിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അത്തരം തെറ്റിദ്ധാരണകളുടെ ഒന്നും ആവശ്യമില്ല, ഏറെക്കാലമായി മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹമാണെന്ന്, ഇപ്പോഴാണത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നായിരുന്നു ജനറൽ സെക്രട്ടറിയുടെ മറുപടി. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കോൺഗ്രസിനെയും കൂടാതെ സുരേഷ് ഗോപിയെയും CV ആനന്ദബോസിനെയും ഒക്കെ കണക്കറ്റ് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശന ശരം ഏറ്റുവാങ്ങേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവിന് തന്നെയാണ്. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം കയറി അഭിപ്രായം പറയുകയാണ് എന്നായിരുന്നു G സുകുമാരൻ നായരുടെ പ്രതികരണം. KPCC അധ്യക്ഷൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അധ്യക്ഷൻ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പോലും VD സതീശനാണ് പ്രതികരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതാണ്ട് 1.5 മണിക്കൂർ സമയം അദ്ദേഹം NSS ആസ്ഥാനത്ത് വന്ന് തന്നെ കാണാൻ വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ താനുമായി സംസാരിച്ചു. ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് സഹായം തേടി താൻ പറവൂരിലെ NSS നേതാക്കളെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. അവർ വോട്ട് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടിയത് എന്നും NSS ജനറൽ സെക്രട്ടറി വിശദീകരിക്കുന്നു. അതേസമയം പുറത്തിറങ്ങിയ ശേഷം VD സതീശൻ പറയുന്നത് താൻ സമുദായങ്ങളെ തിണ്ണ നിരങ്ങിയിട്ടില്ല, സമുദായങ്ങളെ തിണ്ണ നിരങ്ങുകയുമില്ല എന്നാണ്. എന്തിനാണ് ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയുന്നത് എന്നാണ് ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത്. അതേസമയം സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ ഈ കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭയുടെ സിനഡ് നടന്നിരുന്ന വേളയിൽ അവിടെ സഭാ ആസ്ഥാനത്ത് പോയില്ലേ എന്നും NSS ജനറൽ സെക്രട്ടറി ചോദിക്കുന്നു. കൂടാതെ CV ആനന്ദബോസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ G സുകുമാരൻ നായർ അനുവദിച്ചില്ല എന്നായിരുന്നു ആനന്ദബോസിന്റെ പരാതി. ആനന്ദബോസ് നേരത്തെ അനുമതി തേടിയിരുന്നില്ല. മാത്രവുമല്ല, തിരക്കുള്ള ഒരു ദിവസം അനുമതി തേടാതെ വന്നാൽ അത് സാധ്യമാകില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ബജറ്റ് സമയത്ത് നേരത്തെ സുരേഷ് ഗോപി പെരുന്നയിൽ NSS ആസ്ഥാനത്ത് എത്തിയിരുന്നു. അദ്ദേഹത്തിന് അന്നും അനുമതി നൽകിയിരുന്നില്ല. ഇത്തരത്തിൽ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് സുരേഷ് ഗോപിയും വന്നത്. NSS ബജറ്റ് അവതരണം പോലെ ഏത് ചോദ്യമുണ്ടെങ്കിലും അതിനെല്ലാം ഞാൻ മറുപടി പറയും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര ദീർഘനേരം NSS സെക്രട്ടറി NSന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. വ്യക്തിപരമായി താൻ ആക്രമിക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതേസമയം NSSുമായി സഹകരിച്ചു പോകേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്, സമുദായ സംഘടനകൾക്കിടയിൽ ഐക്യമുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും ലീഗിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് നേരത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. അനന്തകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത്. അനന്തൻ, വളരെ പ്രധാനമായ ഇതിന്റെ രാഷ്ട്രീയ ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് BJPയെ കടന്നാക്രമിക്കുന്ന വിമർശനങ്ങളാണ്, രൂക്ഷമായ വിമർശനങ്ങളാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാഷ്ട്രീയമായി ഒരു പിന്തുണയും നൽകേണ്ട ഒരു സാഹചര്യമില്ല, അത് നേരിട്ടോ അല്ലാതെയോ അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം UDFുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ 2 നേതാക്കൾ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം ഈ 2 സമുദായ സംഘടനകളുടെ ഈ നിലപാട് വിശദീകരണത്തിലൂടെ എങ്ങനെ LDFന് അനുകൂലമായി വരുന്നു? രതീഷ്, ഞായറാഴ്ച ദിവസം, ഈ അവധി ദിവസം 2 പ്രബല സമുദായങ്ങളുടെ ജനറൽ സെക്രട്ടറിമാർ പറഞ്ഞുറപ്പിച്ച മാതിരിയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടത്തിയത്. 2 പേരുടെയും ഭാഷ ഒന്നായിരുന്നു, ലക്ഷ്യം ഒന്നായിരുന്നു, അവരുടെ ആശയങ്ങളും ഒരേ കാര്യങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NSSന്റെ നിലപാടിൽ കൂടുതൽ സന്തോഷിക്കുക CPMഉം അതിനൊപ്പം തന്നെ കോൺഗ്രസിലെ VD സതീശൻ വിരോധികളുമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഏതായാലും 2 പേരുടെയും ഭാഷ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാര്യമാണ്. ഒന്നുകിൽ രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ഒരു പിന്തുണ 2 സമുദായങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിനൊപ്പം ഇനി ഒരു പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാവുകയാണെങ്കിൽ, ഒരു പക്ഷേ UDF അധികാരത്തിലേക്ക് വരുന്നൊരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കരുത്. NSS അതിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചോദിക്കുന്നുണ്ടായിരുന്നു രമേശിന്റെ അത്ര പാരമ്പര്യം കോൺഗ്രസിലെ ഏത് നേതാവിന്? അപ്പോൾ 2 പേരുടെയും സ്വരം ഒന്നായി വരുന്നു.
രണ്ടുപേരും പ്രതിപക്ഷ നേതാവിനെതിരെ ഒരേ സ്വരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ രണ്ടുപേർക്കും ഒരേ സ്വരമുണ്ട്. ഒറ്റ കാര്യത്തിൽ, അതായത് വി ഡി സതീശൻ ഒരു കാരണവശാലും നേതൃസ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള കർക്കശമായ ഒരു നിലപാടിലേക്ക് NSSും SNDPയും വരുന്നു എന്നുള്ളതാണ് ഇതിൽ രാഷ്ട്രീയമായ ശ്രദ്ധ ആകർഷിക്കുന്നത്. മറ്റൊന്ന്, രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിഷയം ഏതായാലും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFും BJPയും സർക്കാരിനെതിരെ ഉന്നയിക്കും. അത് യുവതീ പ്രവേശനം അടക്കം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആക്രമണമാകും. അതിൽ കൃത്യമായ പ്രതിരോധമാണ് NSS ഇപ്പോൾ LDFിന് വേണ്ടി, CPMന് വേണ്ടി, മുഖ്യമന്ത്രി പിണറായിക്ക് വേണ്ടി തീർത്തിരിക്കുന്നത്. NSS ഇപ്പോൾ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശബരിമലയിൽ ആചാര ലംഘനത്തിൽ CPMന് തെറ്റുപറ്റി. ആചാര ലംഘനം നടത്താൻ CPM സർക്കാർ, LDF സർക്കാർ ശ്രമിച്ചു. അവിടെ സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. അവിടെ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത്. ആ പ്രായ നിയന്ത്രണത്തെ മറികടക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചു. അതിനെ NSS ശക്തമായി എതിർത്തു. നാമജപ ഘോഷയാത്രയുമായി തെരുവിലിറങ്ങി. അപ്പോൾ അതിന്റെ പങ്ക് പറ്റാൻ കോൺഗ്രസും BJPയും ഒപ്പം കൂടി. അവർക്കത് കഴിയാതെ വന്നപ്പോൾ NSSനെ ഒറ്റയ്ക്കാക്കി കടന്നു കളയുകയും ചെയ്തു. പിന്നീട് CPMന് ആ തെറ്റു മനസ്സിലായി. അവർ തെറ്റുതിരുത്തി. ആ തെറ്റുതിരുത്തലിന്റെ ഭാഗമായിരുന്നു അയ്യപ്പ സംഗമം. ആ തെറ്റുതിരുത്താൻ തയ്യാറായപ്പോഴാണ് ആ സംഗമത്തിൽ, അതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ NSS പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ഇതുകൊണ്ട് NSS ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് CPM പിന്നോക്കം പോയിരിക്കുന്നു. അതുകൊണ്ട് CPMന് ആ കാര്യത്തിൽ CPMനെ എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു ആശയം കൂടി, അത്തരമൊരു കമ്മ്യൂണിക്കേഷനാണ് NSS നൽകാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് പ്രബല സമുദായങ്ങൾ SNDPയും NSSും ഇത്തരം ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്, അതിനൊപ്പം തന്നെ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്, അത് ഏതാണ്ട് അതിൻ്റെ പിന്നിൽ കൃത്യമായ ചർച്ചകളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, വി ഡി സതീശൻ മുസ്ലിം സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുമ്പോൾ, നേരത്തെ നമുക്കറിയാം ഈ വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം ലീഗ് വിരുദ്ധ പരാമർശങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് വി ഡി സതീശൻ അതിനെ ഒരു മുസ്ലിം ഐക്യം UDFിന് അനുകൂലമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ NSS കൂടി വി ഡി സതീശനെതിരെ രംഗത്ത് വരുമ്പോൾ വി ഡി സതീശനെതിരെ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, അത് ഒരു ഭാഗത്ത് വി ഡി സതീശന് അല്ലെങ്കിൽ UDFിന് മുസ്ലിം സമുദായങ്ങളുടെ ഒരു ഏകീകരണം UDFിന് അനുകൂലമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമായിരുന്നു. പക്ഷേ NSS ഇപ്പുറത്ത് SNDPക്കൊപ്പം കൈ ചേർക്കുമ്പോൾ ആ കാര്യത്തിൽ വി ഡി സതീശന് ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല, വി ഡി സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ എന്ത് നിലപാടെടുക്കും? വി ഡി സതീശന് ഏതെങ്കിലും രീതിയിൽ പ്രതിരോധമായി അവർ രംഗത്തെത്തുമോ? സുകുമാരൻ നായരുടെ വി ഡി സതീശൻ പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്താകും അവരുടെ പ്രതികരണം? അത് ഇനി ശ്രദ്ധേയമായ കാര്യം.